ചെയ്തു. പിന്നെ ഇടവും ബലവും ലാലേട്ടനും നമ്മളൊക്കെ നിൽക്കണമുണ്ട്. പുള്ളി ആ ഹരത്തിൽ അങ്ങോട്ട് ഗംഭീരമായിട്ട് അങ്ങോട്ട് ഡാൻസ് ഒക്കെ ചെയ്ത് കണ്ടില്ലേ? കണ്ടു അതാ ചോദിച്ചത്. ആളെ പുള്ളിക്കാരനെ കൺവിൻസ് ചെയ്യാൻ വല്ല പ്രശ്നം ഉണ്ടാകുന്ന ചോദിച്ചു. ഇല്ലില്ല, പൈസ കൊടുക്കുമ്പോൾ ആരെങ്കിലും ഡാൻസ് കളിച്ചു. അല്ല, പുള്ളിക്കാരനല്ല പൈസ ഇറക്കണത്. അപ്പൊ അത് അല്ല, അതാ പറഞ്ഞത്. എങ്ങനെയും പെട്ടെന്ന് തീർക്കാതെ അറിയില്ല ചെയ്തത്. ഇപ്പൊ നമ്മുടെ ഈ വേറെ കുറച്ച് സിനിമയിലെ ചിന്തകളൊക്കെ ചിലപ്പോൾ അതിൽ വന്നിട്ടുണ്ടാവാം. അതുപോലെ എല്ലാ ആർട്ടിസ്റ്റുകളുടെ ഓരോ സെക്കൻഡിലും പുതിയ പുതിയ കാര്യങ്ങൾ നടക്കുന്നു. ഈ സിനിമയ്ക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായി, മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ ഗംഭീരമായിട്ട് വർക്കൗട്ടായി. ഈ സിനിമയിൽ ഒരു നായികയില്ല, പക്ഷെ എനിക്ക് ലാസ്റ്റ് ഒരു നായിക തരാന്ന് പറഞ്ഞു, അത് തന്നില്ല. പിന്നെ അപ്പൊ ടൈലറിന്റെ ഒക്കെ വേറെ തരത്തില്ലേ. എന്തായാലും എനിവേ നമ്മളെ സംബന്ധിച്ച് ഈ പറയണ കൊടുത്തത് ടേസ്റ്റ് ദ ബ്ലണ്ടറാണ്. ഇപ്പം എനിക്ക് എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്, പാരച്യൂട്ടിൽ ആൾക്കാരെ ഇറങ്ങാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് 3-4 കുട കൂട്ടി വെച്ചിട്ട് ചാടിയ കറക്റ്റാവൂലേന്ന്. നമ്മുടെ വിഡിത്തങ്ങളായ ചിന്തകളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ആ സിനിമയിൽ പറഞ്ഞ ഒരുപാട് ഡയലോഗ്സുകൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ എന്താണ് ഓവറാക്കണ കാര്യം പറഞ്ഞില്ലേ, എല്ലാം ഓവറാക്കിയല്ലേ ആളുകൾ ശ്രദ്ധിക്കൂ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഡയലോഗ്സുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് നമ്മൾ ചില ആൾക്കാർ പുഴുവ് കടിക്കൂലേ, പുഴുവ് കടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് തള്ളാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത് ലാലേട്ടൻ ഇതിനകത്ത് പറയണ്ടായി ജയ എന്ന് പറയുമ്പോൾ ഒരു ബ്ലോക്കിനായി ജയ. ഈ ജയ എന്നുള്ള പേര് മിക്കവാറും ആൾക്കാരെ എടുത്തിട്ട് എന്തെങ്കിലും പറയാം ജയ എന്ന് പറയാവുന്ന സാധനങ്ങൾ പോലെയുള്ള എനിക്ക് മീൻസ് പുള്ളി പെർഫോം ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളെല്ലാം ഇനി ഭാവിയിലേക്ക് ചിലപ്പോൾ ഇതെടുത്ത് യൂസ് ചെയ്യുന്നു. അപ്പൊ ഇതിലൂടെ ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്, CID മ്യൂസിക് ഒരു 2ാം ഭാഗം ഉണ്ടാവും? നമുക്ക് റെഡിയാക്കാം. കാരണം വെച്ചാൽ ഈ തരത്തിലെ സിനിമ അന്ന് അതൊരു പരീക്ഷണ ചിത്രമായിരുന്നു. ആ സിനിമ ആദ്യം സെൻസർ കഴിഞ്ഞിട്ട് അതിന്റെ കോപ്പി എടുക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തുള്ള അതിന്റെ നമ്മുടെ ആ പടത്തിന്റെ PR തന്നെ കുറെ പേരുണ്ടായിരുന്നു. ആ സിനിമ ഇരുന്ന് കാണുമ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം ഏത് തരത്തിലെ സിനിമയാണ്, നാളെ ഇതിനെന്ത് സംഭവിക്കാൻ പോകണമെന്ന് ഒന്നും ആർക്കും അറിഞ്ഞൂടാ. പക്ഷെ നമുക്കൊരു തോന്നലുണ്ടല്ലോ, നമുക്ക് തോന്നിയ മണ്ടത്തരങ്ങളും നമുക്ക് തോന്നിയ ചില ഇങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങൾ ചെയ്തൊരു സിനിമയാണത്. ആ സിനിമ ഇപ്പൊ 2-3 തലമുറയായിട്ട് ആ സിനിമയെ കുറിച്ച് സംസാരിക്കും. നമ്മൾ ഇന്നും അതിന്റെ 2ാം ഭാഗത്തെ കുറിച്ച് സംസാരിക്കുന്നത്. റിലീസ് പ്ലാൻ ഉണ്ടോ? റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധിച്ച 2026 CID മ്യൂസിക് റിലീസ് ഉണ്ടാവും. വേണോ? നമ്മളിത് കൊണ്ടുവന്നിട്ട് അത് പ്രിന്റ് പബ്ലിസിറ്റി കാശ് കൊടുക്കാൻ പറ്റാണ്ടായി പോലെ ആലോചിക്കില്ലെന്ന് ആദ്യമേ പറഞ്ഞേക്കാട്ടോ ആ പറഞ്ഞില്ലേ.